Welcome to Think in English, and you are with me, Agra. And in this video, it's all about my journey of English. This is the first face reveal video. I have faceless videos. So thank you for all your support. First, I'm grateful for all of my viewers. And in sharing this video, the purpose is പല ആൾക്കാർക്കും ഭയങ്കര പേടിയാണ്. അതായത് ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, ഞാൻ CBSE പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഞാൻ വായിക്കാറില്ല, അങ്ങനെ ഒത്തിരി കൺസേൺസ് ഉണ്ട്. ലാംഗ്വേജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പേടിയാണ്, ഐ എം നോട്ട് കോൺഫിഡൻറ്റ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇങ്ങനത്തെ കൺസേൺസ് എനിക്കും ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്, എങ്ങനെയാണ് ഞാനൊരു ഇംഗ്ലീഷ് ട്രെയിനർ ആയത്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം ഡിസ്കസിങ് ടുഡേ. സോ ഞാൻ നാട്ടുപുറത്തൊരു മലയാളം മീഡിയം സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഈ പറയുന്ന പോലെ ടീച്ചേഴ്സോ അതല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സോ എൻ്റെ ഫാമിലിയിൽ എൻ്റെ പാരൻസോ സിബ്ലിങ്സോ നമ്മൾ ആരും ഇംഗ്ലീഷല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷയോടുള്ള എക്സ്പോഷർ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം ഇംഗ്ലീഷ് പാട്ടുകൾ കേൾക്കുമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് കാണുമോ, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ എക്സ്പോഷർ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ഇപ്പോഴത്തെ ആൾക്കാരോട് പറയാൻ പറ്റും, അവർക്ക് കൂടുതൽ എന്തുണ്ട്, ഇംഗ്ലീഷിൽ കുറേ എക്സ്പോഷർ ഉണ്ട്, കുറേ മ്യൂസിക് വീഡിയോസ് കാണാൻ പറ്റും, കുറേ പോഡ്കാസ്റ്റ് ഉണ്ട്, കുറേ വീഡിയോസ് ഉണ്ട്, ആൻഡ് ഇഷ്ടംപോലെ മൂവീസ് ഉണ്ട്. പക്ഷെ ഏർലിയർ ഇറ്റ് വാസ് നോട്ട് ദ കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയുന്നതൊന്നും എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. ബട്ട് വാട്ട് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് പറയുന്നത്, വൺ ഓഫ് ദ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് എനിക്ക് സ്കൂളിൽ പഠിച്ചപ്പോൾ കിട്ടിയ ബേസ് ആണ്. അതിന് ഞാൻ ഇപ്പോഴും ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ടീച്ചേഴ്സ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ബേസിക്സ് എന്ന് പറയുന്നത് അതെനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലെനിക്കൊരു പ്രോബ്ലം പിന്നീടാണെങ്കിലും ഈ പറയുന്ന പോലെ ഗ്രാമറിൻ്റെ ബിഗിനർ ലെവലിലുള്ള ഗ്രാമർ കാര്യങ്ങളോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പാർട്സ് സ്പീച്ചോ ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ അല്ലാതെ ആണെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ പാർട്സ് സ്പീച്ച് ചോദിക്കുമ്പോഴത്തേക്കും മിക്കവരും ചോദിക്കാറുണ്ട്, ഓക്കെ എന്താണ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഐ വാസ് ലക്കി ടു ഹാവ് ഗുഡ് ടീച്ചേഴ്സ് വെൻ ഐ വാസ് മീഡിയം സ്കൂൾ. ഈ ഇംഗ്ലീഷ് ട്രെയിനർ എന്ന് പറയുന്ന ഒരു ജേർണിയിലേക്ക് ഞാൻ വരുന്നത് അത് ഓൾ ഓഫ് എസ് ആണെന്നുള്ള കാര്യമാണ്. ഞാൻ പ്ലാൻ ചെയ്ത് എനിക്കൊരു ഇംഗ്ലീഷ് ട്രെയിനർ ആവണം എന്ന് വിചാരിച്ചിട്ട് വന്ന ആളാണ്. എൻ്റെ അപ്പോഴത്തെ സാഹചര്യങ്ങളും ഉണ്ട്, കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാനൊരു ട്രെയിനർ ആയതെന്നാണ് എനിക്ക് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പറയുന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നത്, ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞത് ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ അതായത് +2 ടൗണിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈവൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള വാക്കുകൾ പോലും എനിക്ക് പലതും മനസ്സിലാവുന്നില്ലായിരുന്നു. മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡിബേറ്റിൽ നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എനിക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എത്തിക്കഴിയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും +2 പഠിത്തം നിർത്തേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടാവാം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം ആ സമയത്ത് തോന്നി തുടങ്ങിയത്. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച ഒരാളെന്ന് പറയുന്നത്, ഞാൻ MBA പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ മാമാണ്. മാമിനോട് എനിക്ക് ഒരിക്കൽ പോലും മാമിനോട് നേരിട്ട് ഒരു താങ്ക്സ് പറയാൻ പറ്റിയിട്ടില്ല. ബട്ട് ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ ഫോർ ഹർ. കാരണം മാമിൻ്റെ ഡ്രസ്സിങ്, മാം ക്ലാസ് എടുക്കുന്ന രീതി, മാം ക്ലാസ്സിൽ വരുന്നത്, മാമിൻ്റെ ഒരു പവർ തന്നെ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ വരുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് തൊട്ട് വിചാരിക്കുമായിരുന്നു, ഓക്കെ ഞാനിപ്പോൾ 35 ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ മാമിനെ പോലെ സാരി കൊടുക്കും, ഞാൻ മാമിനെ പോലെ തന്നെ ആവും എന്നൊക്കെ ഒരു തോന്നൽ എനിക്ക് അന്നും ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഞാനൊരു ഇംഗ്ലീഷ് ട്രെയിനർ ആവുന്നത്. പക്ഷേ എന്താണ് ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് റീഡിങ് തന്നെയാണ്. അതാണ് എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ പാർട്ടെന്ന് പറയുന്നത്, റീഡിങ്. എനിക്ക് പറ്റുന്ന അത്രയും ടൈം ഐ ഡിവോട്ടഡ് ടു റീഡിങ്. അതുപോലെ തന്നെ ഐ ലിസൺ ടു പോഡ്കാസ്റ്റ് എവറി ഡേ. എല്ലാ ദിവസവും ഒരു ½ hour പോഡ്കാസ്റ്റിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും എന്തൊക്കെ തിരക്കാണെങ്കിലും ഒരു 10 പേജ് വെച്ച് ഞാൻ വായിക്കാറുണ്ട്. ഐ ഡു ഇറ്റ് എവറി ഡേ. അതാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്ട്രാറ്റജീസ് ദാറ്റ് ഐ റെഗുലർലി ഫോളോ ടു ഇംപ്രൂവ് മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇനി വായിച്ചാൽ എങ്ങനെയാണ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന പല ആൾക്കാരുണ്ട്. വായിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ എപ്പോഴും നോട്ട്ബുക്ക് ഉണ്ടാവും. ഞാൻ വായിക്കുമ്പോൾ അതിലൊരു മാർജിൻ വരയ്ക്കും. അതിൽ ആ മാർജിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യും, ഞാൻ പുതിയതായിട്ട് വായിക്കുന്ന വേർഡുകളൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വയ്ക്കും. ബാക്കി ഞാൻ എപ്പോഴും വായിക്കുന്ന ബുക്കിന് നോട്ട് ഉണ്ടാക്കി വെക്കുന്ന ആളാണ്. കാരണം എനിക്ക് വായിക്കുന്ന ബുക്സിന് നോട്ട് ഉണ്ടാക്കി വെക്കുന്നത് ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്, പക്ഷേ എനിക്കത് ഇഷ്ടമായതുകൊണ്ടായിരിക്കും ഐ മേക്ക് നോട്ട്സ്. അതുപോലെ തന്നെ ഈ പറയുന്ന പുതിയ വാക്കുകളൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കും. ആ
ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന വാക്കുകളൊക്കെ പിന്നീട് ഞാൻ ഡിക്ഷണറി നോക്കിയിട്ട് അതിന്റെ പ്രൊനൗൺസിയേഷൻ കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇനി യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കും. പിന്നീട് ഞാൻ ഉപയോഗിക്കുന്ന സെന്റൻസുകളിലൊക്കെ അത് പറ്റുന്നത് ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്നത്. രണ്ടാമത് ഞാൻ ഇഷ്ടംപോലെ സീരീസ് കാണും. ഒബിയസ്ലി കൊറിയൻ സീരീസിൻ്റെ ഒരു മേജർ അഡിക്റ്റ് ആണെന്നാണ് പറയാം. സോ ഐ യൂസ് ടു വാച്ച് എ ലോട്ട് ഓഫ് കൊറിയൻ സീരീസ്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് മൂവീസും സീരീസും ഒക്കെ കാണാറുണ്ട്. അപ്പം ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ടും കോൺവെർസേഷണൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു സീരീസ് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഒരു കോൺവെർസേഷൻ, അതായത് ഡെയിലി ലൈഫിൽ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും അതിൽ കാണാൻ പറ്റുക. അപ്പം അങ്ങനെ ഒരുപാട് ഫ്രേസസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ആ ഫ്രേസസ് ഒക്കെ ഞാൻ ഇപ്പോൾ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് പോഡ്കാസ്റ്റുകൾ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന മൂവീസ് കണ്ടാൽ പോരെ അല്ലെങ്കിൽ ഇത് കണ്ടാൽ മതിയോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് പോഡ്കാസ്റ്റ് കാണുന്നു അല്ലെങ്കിൽ എന്താണ് പോഡ്കാസ്റ്റ് കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു കാര്യം ഈവൻ ലാംഗ്വേജ് ഉണ്ടെങ്കിലും നമുക്ക് കോണ്ടന്റ് ഇല്ല, നമ്മൾ റിസോഴ്സ്ഫുൾ അല്ല എങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. അപ്പം നമ്മളെപ്പോഴും റിസോഴ്സ്ഫുൾ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് കോണ്ടന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രയോറിറ്റി അല്ല, അതും ഒരു പ്രയോറിറ്റി തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇഫ് യു ലിസൺ ടു സം പോഡ്കാസ്റ്റ് നമ്മുടെ ആ ഒരു നോളജ് ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഈ 3 കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത് സാധാരണ ചെയ്യാറുള്ളത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ ഇപ്പോൾ കുളിക്കുമ്പോഴാണെങ്കിലും ശരി, ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴാണെങ്കിലും ഞാൻ എപ്പോഴും റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഐ ടോക്ക് ടു മൈസെൽഫ്, അല്ലെങ്കിൽ ഞാൻ വേറൊരാളോട് സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ കുളിക്കുമ്പോഴാണെങ്കിൽ ടാപ്പ് തുറന്നു വെച്ചിട്ട് ഉറക്കെ സംസാരിക്കാമല്ലോ, അതിൽ ഉറക്കെ സംസാരിച്ച് പഠിക്കും. എപ്പോഴും നമ്മൾ സംസാരിച്ച് പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരാം. അപ്പം ഈ 4 കാര്യങ്ങളാണ് ഞാൻ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നത്, എൻ്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ റിസൾട്ട് എത്രമാത്രം ഉണ്ടാവും എന്നറിയില്ല. ബട്ട് ഈ 4 കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കുന്നു അതിനനുസരിച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇനീഷ്യലി ഇറ്റ് വാസ് നോട്ട് ഈസി ടു ബി റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. പക്ഷേ ഇഫ് യു റെഡി ടു ഗിവ് ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് ടു റീഡ് 2 pages എവറി ഡേ, അതൊരു ഹാബിറ്റ് ആവും. ഓക്കെ, അത് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റ് ആയിക്കോളും. ഞാനും ജനിച്ചപ്പോൾ തൊട്ടേ പുസ്തകം വായിക്കണം എന്ന് വിചാരിച്ച് ജനിച്ച ഒരാളല്ല, അതൊരു ഹാബിറ്റായി വന്നതാണ്. ഞാൻ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഐ യൂസ് ടു റീഡ് എ ലോട്ട് ഓഫ് ബുക്സ്. അത് കൂടുതലും അക്കാഡമിക് ബുക്സ് തന്നെയായിരുന്നു. ബട്ട് ഐ യൂസ് ടു റീഡ് എ ലോട്ട് ഓഫ് ബുക്സ്. അത് എന്താ വെച്ചാൽ ഹിന്ദു ന്യൂസ് പേപ്പർ നല്ലോണം വായിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അത് വായിച്ചെടുത്ത ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പം ഞാൻ വായിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി ഗിവ് മീ എ സെൻസ് ഓഫ് റിലാക്സേഷൻ ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഇത് വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി തൊട്ട് പറ്റുന്ന ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ ഒരു ബുക്കിന് 2 pages എങ്കിലും വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ½ an hour എങ്കിലും നല്ല പോഡ്കാസ്റ്ററാണ്. ഞാൻ കുറച്ച് പോഡ്കാസ്റ്റ് ലിങ്ക് ഒക്കെ ഇവിടെ ഷെയർ ചെയ്ത് തരാം. ദി ബെസ്റ്റ് പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഷെയർ ചെയ്ത് തരാം. ദെൻ അതല്ലാതെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു മിറർ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുമോ, അതല്ലെങ്കിൽ നിങ്ങൾ കുടിക്കാൻ മുമ്പോഴോ അല്ലെങ്കിൽ തന്നെ ഇരിക്കുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് സംസാരിച്ച് നോക്കുക. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ലിസൺ അല്ലെങ്കിൽ വാച്ച് സം മൂവീസ് അല്ലെങ്കിൽ സീരീസ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ ഡെയിലി ലൈഫ് കോൺവെർസേഷൻ സ്കിൽസ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ടിപ്സ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഇംപ്രൂവ് ചെയ്തത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാനിപ്പോൾ TEFL സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. സോ ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞ് ചെയ്ത കാര്യങ്ങളാണ്. സോ യു ക്യാൻ ഓൾസോ ഡു ഇറ്റ് ആൻഡ് യു ക്യാൻ ഓൾസോ ഇംപ്രൂവ് യുവർ സ്പീക്കിംഗ്. സോ ഡോണ്ട് ബോദർ അബൌട്ട് യുവർ പാസ്റ്റ് സിറ്റുവേഷൻസ്. അതെന്തോ ആയിക്കോട്ടെ, മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ പറയുന്നത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും പൊട്ടത്തരമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ട്രൈ ടു സ്പീക്ക് ഔട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കും നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും. സോ ആ ഒരു ജേർണിയിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് എൻ്റെ ചാനൽ കൊണ്ട് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിങ് മീ. ആൻഡ് ഈ ടിപ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് താങ്ക് യു ഫ്രം തിങ്ക് ഇൻ ഇംഗ്ലീഷ്.